ഹലോ, ഞാനിപ്പോൾ ഉള്ളത് എവിടെയാണെന്നറിയോ? ശ്രീ മുരുകൻ ടെമ്പിളിലാണ്. അവിടെ ഇന്ന് ഫെസ്റ്റിവലാണ് കേട്ടോ. അന്നേരം വൈകുന്നേരം ഒരു 7 മണിയായപ്പോഴാണ് ഞാൻ ഇറങ്ങിയതേ. ഒരു 1 അവർ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ പെട്ടെന്ന് തന്നെ ഞാൻ തിരിച്ചു പോന്നു. ഇതുകൊണ്ട് ഭയങ്കര റഷാണ് അവിടെ നമ്മളങ്ങോട്ട് അടുക്കാൻ പോലും പറ്റുന്നില്ല. ഇതുകൊണ്ടോ, ഇത് അമ്പലമൊക്കെയാണ് ഇത്ര നല്ലപോലെ ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത്. നോക്കി, ഫുള്ള് പൂവെല്ലാം വെച്ച് നമ്മൾ നിൽക്കണം, നമ്മളെ അവർ തള്ളിക്കൊണ്ട് പൊക്കോളും. ഞാനുണ്ടല്ലോ അമ്പലത്തിനുള്ളിലൊന്നും കയറിയില്ല കേട്ടോ. അവിടെ കയറി കഴിഞ്ഞപ്പോൾ ഇന്ന് ഇറങ്ങാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ പുറത്ത് നിന്നിട്ട് ഞാൻ വീഡിയോ ഒക്കെ എടുത്തിരിക്കുന്നത്. ഇത് കണ്ടോ, ഇതാണ് മെയിൻ എൻട്രൻസ്. ഒക്കെ എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടാണ് അലങ്കരിച്ചിരിക്കുന്നത് കണ്ടോ, ഡെക്കറേഷനൊക്കെ കണ്ടോ. എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിലെ കഴിഞ്ഞും കൂടുതൽ ഇങ്ങനെ ഈ ദൈവങ്ങളെയൊക്കെ ഫുൾ അലങ്കരിക്കുന്ന കർണാടകത്തിലും തമിഴ്നാട്ടിലുമാണെന്നാണ് തോന്നുന്നത്. നോക്കി, എൻട്രൻസ് എന്ന് പറയുന്നത് അറിയാമോ, അമ്പലത്തിൻ്റെ ടെമ്പിളിൻ്റെ ഫ്രണ്ടാണത് കേട്ടോ. അത് അമ്പലമാണേ. അവിടെ അതിൻ്റെ മുമ്പിലാണ് അലങ്കരിച്ചത്. അതിൻ്റെ സെൻറ്ററിലൊരു മീൻസ് ഡോർ, അകത്തേക്ക് പോയ അമ്പലത്തിനുള്ളിലേക്കാണ് പോകുന്നത് കേട്ടോ. നമ്മളിങ്ങനെ സ്റ്റെപ്പ് കയറി കയറി ഇങ്ങനെ നമ്മുടെ ഈ ശബരിമല പോകുന്നവർ കുറേ സ്റ്റെപ്പുണ്ട്. ആ സ്റ്റെപ്പ് കയറി കയറി വരണം അങ്ങോട്ടേക്ക്. ആ ഡെക്കറേറ്റ് ഒക്കെ ചെയ്തിട്ടില്ലേ, അതാണ് അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് പോകുന്നത് കേട്ടോ. അതാണ് ഇപ്പോൾ അമ്പലത്തിൻ്റെ എൻട്രൻസ് ആണ് കേട്ടോ. അത് ഫുള്ള് പോലീസ് ഫുള്ള് പ്രൊട്ടക്റ്റാണ് അവിടെ. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയേ. പിന്നെ ഇതിൻ്റെ ഇടയിലുണ്ടല്ലോ, എൻ്റെ വാച്ച് മിസ്സായി പോയെന്നേ. അപ്പോൾ ഞാൻ അറിഞ്ഞേയില്ല. ഞാനിപ്പം വീട്ടിൽ വന്ന് കണ്ടു നോക്കിയപ്പോഴാണ് എൻ്റെ വാച്ചില്ലാത്തത്. ഇച്ചിരി നല്ല വാച്ചായിരുന്നു അത്. ഓക്കെ, ഇപ്പം ഞാൻ കാണിച്ചില്ല എൻട്രൻസ്. അത് അമ്പലത്തിലേക്ക് നിങ്ങൾ ടെമ്പിളിനുള്ളിലേക്ക് പോകാനായിട്ട് നമ്മളൊരു ക്യൂ നിൽക്കണമെങ്കിൽ ഇപ്പം നിന്ന് കഴിഞ്ഞാൽ നാളെ രാവിലെ നമുക്ക് അതിനകത്തേക്ക് പോകാൻ പറ്റില്ല. അത്രയ്ക്കും റഷാണ് അവിടെ. അവിടെ ഞാൻ അമ്പലത്തിനുള്ളിലൊന്നും പോയില്ല കേട്ടോ. പുറത്തെ ഇങ്ങനെ വിഷ്വൽ മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇത് കണ്ടോ, ഇത് ഓം എന്ന് എഴുതിയിരിക്കുന്നതാണ് കേട്ടോ. അവിടെ വന്ന് എല്ലാവരും ക്യൂ നിന്ന് പൂജ ചെയ്യുന്നുണ്ടേ. പൂജ ഈ എന്താ പറയുക, അഗർബത്തി എന്താ പറയുക, ചന്ദനത്തിരിയും ഒക്കെ കത്തിച്ച് അവർ കുങ്കുമൊക്കെ ഇട്ട് ഭയങ്കരമായിട്ട് പൂജ ചെയ്യുന്നുണ്ട് കേട്ടോ. അതിന് ചുറ്റും ഇങ്ങനെ വലം വെക്കണം. ഒരു 2 പ്രാവശ്യം കണ്ട് വലം വെക്കണം എന്ന് തോന്നുന്നു കേട്ടോ. ഇത് കണ്ടോ, ഇതിൻ്റെ പുറത്തെയാണ്. ഇത് ഔട്ട് എൻട്രൻസ് ആണ് കേട്ടോ ഇത് കാണിക്കുന്നത്. കണ്ടോ, പുറത്തെയാണിത് വ്യൂസ്. എനിക്ക് സംസാരിക്കാൻ പറ്റുമായിരുന്നെങ്കിൽ എനിക്ക് സംസാരിച്ചെടുക്കാമായിരുന്നു. എനിക്കിപ്പം ഭയങ്കര റഷ്, നമ്മൾ പറയുന്നതും കേൾക്കുന്നില്ല. ഫോൺ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ കിട്ടത്ത് പോലും ഇല്ല. അതുപോലെയാണ്. ഇത് കണ്ടോ, ഇത് അമ്പലത്തിൻ്റെ ഫ്രണ്ട് കണ്ടു നോക്കിയേ. നല്ല വലിപ്പം കാണാം കേട്ടോ. ഇത് സൂം ചെയ്ത് നോക്കിയേ, കണ്ടോ. ഇത് കണ്ടോ, നല്ല ഭംഗിയുണ്ട് കാണാൻ. നല്ല ഭംഗിയായിട്ടോ കാണാൻ, ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. ഇത് കണ്ടോ, ചുറ്റും ഫുള്ള് പൂവാണ് കേട്ടോ. പൂ കൊണ്ട് അവർ മൂടി പൊതിഞ്ഞ് വെച്ചിരിക്കുകയാണ്. കാരണം ഇതിൻ്റെ ഇടയിലൊരു ഇതുണ്ട്, കാവൽക്കാർ പോലെ. എനിക്കത് അറിയില്ല അതെന്താന്ന്. ഇതെന്താണെന്ന് മനസ്സിലായോ? എനിക്കത്ര മനസ്സിലായില്ല. എനിക്കൊന്ന് ഓമാണെന്ന് തോന്നുന്നു. കണ്ടില്ലേ, ഓമാണെന്ന് തോന്നുന്നു അല്ലേ? ഓം എന്നുള്ള ഇതാണെന്ന് തോന്നുന്നു. അവിടെ എല്ലാവരും വന്ന് പൂജയൊക്കെ ചെയ്യുന്നതെന്ന് കുറച്ച് മുമ്പ് പറഞ്ഞായിരുന്നില്ലേ. നോക്കി, ഞാൻ വെറുതെ വീഡിയോ എടുത്തുകൊണ്ട് തന്നെ നടക്കുകയാണ്. എനിക്കാണ് എടുത്തരാൻ എൻ്റെ കൂടെ ആരും ഉണ്ടായിരുന്നില്ല ഇന്ന്. ഇത് കണ്ടോ, ഈ സൈഡിൽ കുറച്ച് ആൾക്കാർ കുറവാണേ. മുരുകൻ എന്ന് പറയുമ്പം തമിഴൻസിൻ്റെ അല്ല, എല്ലാവരും തമിഴാണ്. തമിഴ് സംസാരിക്കുന്നത് നിങ്ങൾ കേട്ടില്ലേ. പക്ഷേ അവർ റെക്കോർഡ് വെക്കുമ്പോൾ കന്നഡ സോങ്സ് എല്ലാം ഉണ്ട്. പക്ഷേ അങ്ങനെയല്ല, എല്ലാ ആൾക്കാരും വരും. പക്ഷേ ഇന്ന് മുരുകൻ്റെ ആണ് ഫെസ്റ്റിവൽ. ഓക്കെ, എനിക്ക് അമ്പലത്തിൽ പ്രസാദം കിട്ടി കേട്ടോ. പയറാണ്, വൻപയർ, തേങ്ങായും ഉള്ളിയൊക്കെ ഇട്ട് നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. അതിൻ്റെ അമ്പലത്തിന് അള്ളൂർ കയറിയില്ലെങ്കിലും പ്രസാദം ഏതായാലും എനിക്ക് കിട്ടി.
ഇനി പയ്യെ ഞാൻ താഴോട്ട് ഇറങ്ങി പോവാം കേട്ടോ, തിരിച്ച് പോകാൻ തുടങ്ങുവാണ്. കാരണം അവിടെ നിന്നിട്ട് ഒരു കാര്യമില്ല, ഒന്നിനകത്തുനിന്ന് കയറി അകത്ത് ക്യൂ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നാളെ രാവിലെ വരെ നിൽക്കേണ്ടി വരും. അതുകൊണ്ട് അത് നിൽക്കാതെ തിരിച്ച് എനിക്ക് 1 hour തിരിച്ച് വരണമെന്ന് വെച്ച് ഞാൻ തിരിച്ച് താഴോട്ട് ഇറങ്ങും കേട്ടോ. കണ്ടോ താഴത്തെ വിഷ്വൽ കണ്ടോ? ഞാൻ അവിടെ നിന്നാണ് നമ്മൾ മുകളിലേക്ക് കയറി വരുന്നത്. ഇതാണ് ഈ സൈഡിലല്ല തിന്നുന്നത് കണ്ടോ ഞാൻ. അത് അമ്പലത്തിനുള്ളിലെ പ്രസാദമല്ല കേട്ടോ, ഓരോരുത്തരും ഇങ്ങനെ നേർച്ച നേരില്ലേ, അങ്ങനെ നേർച്ച നേർച്ച് കൊണ്ടുവരുന്ന പ്രസാദമാണ് കേട്ടോ അത്. കണ്ടോ ഇത്രയും സ്റ്റെപ്പ് കയറി നമ്മൾ മുകളിലേക്ക് വരണം. ഇത് കുറച്ച് ഹിൽസിലാണ് കേട്ടോ ഈ ടെമ്പിൾ ഉള്ളത്. അത് കഴിഞ്ഞ് ഇപ്പം ഞാൻ തിരിച്ചിറങ്ങുന്ന സീനാണ്, അത് തിരിച്ചിറങ്ങുന്ന വീഡിയോ ആണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് കേട്ടോ. ഇവിടെ കണ്ടോ സെറാമിക്കിൻ്റെ ഒക്കെ ജാറ് കണ്ടോ? ഇത് കണ്ടോ ഈ ജാറ്, ഇതിൻ്റെ കൂടെ 2 ഞാൻ വാങ്ങിച്ചു കേട്ടോ. ഇത് കണ്ടോ ഒത്തിരി ഉണ്ട്, ഡിഫറെൻറ്റ് നല്ല ഡിസൈനാണ്, നല്ല ഭംഗിയുണ്ട്. എല്ലാ ഡിസൈനും കാണാൻ നല്ല രസം, നല്ല ഭംഗിയാണ് കാണാൻ. ഇത് കണ്ടോ ഓറഞ്ച് കളറ്, അതിൻ്റെ ഇടയിൽ ഒത്തിരി ഉണ്ട്. ഗൂഗിൾ പേ നമ്പർ ഇതിഷ്ടോ? டிசைன் வரும் உங்களுக்கு, நீங்க ஃப்ரிட்ஜ்ல வச்சு கூட யூஸ் பண்ணிக்கலாம். ஃப்ரிட்ஜ்ல உங்களுக்கு மில்க் അവരെന്താ പറയുന്നറിയോ, ആ ജാറുണ്ടല്ലോ നമുക്ക് കേട് മോര് ഒക്കെ ഇട്ടിട്ട് നമുക്ക് ഫ്രിഡ്ജ് വെക്കാം. ഇതൊക്കെ നമ്മൾ പണ്ട് ചെയ്തോണ്ടിരിക്കുന്നതല്ലേ അല്ലേ? ഇത് കണ്ടോ ഞാനിവിടെ 2 ജാറ് വാങ്ങിച്ചു. ഇവിടെ നമുക്ക് ഉണ്ടല്ലോ ബാർഗിൻ ചെയ്ത് വാങ്ങാം കേട്ടോ. ഇപ്പോൾ 350 റുപ്പീസിന് നമുക്ക് പറഞ്ഞ് 150 100 റുപ്പീസിനൊക്കെ വാങ്ങിക്കാം. കാരണം ബാർഗിൻ ചെയ്യണവർ പെട്ടെന്ന് തരും കേട്ടോ. ഇത് കണ്ടോ ഞാൻ 2 ജാറ് വാങ്ങിച്ചു. ഇവർ 150 റുപ്പീസ് ആയിട്ടുള്ളൂ കേട്ടോ. ഞാൻ അവിടെ നിന്ന് ചെറിയൊരു കമ്മൽ വാങ്ങിച്ചിട്ടുണ്ട്, നല്ല കമ്മലാണ് കേട്ടോ, നല്ല കല്ലൊക്കെ ഉള്ളത്. നല്ല ചെറിയൊരു കമ്മൽ വാങ്ങിച്ചാൽ നല്ല ഭംഗിയാണ്, ചെറിയ പേളായിട്ടൊക്കെ. ഇത് കണ്ടോ വെറൈറ്റി ജിമുക്ക കണ്ടോ, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ജിമുക്കനാണ് കൂടുതലും കണ്ടോ, നല്ല ഭംഗിയില്ലേ കാണാൻ. ഇത് കണ്ടോ ഇത് വേറെ മീൻസ് ഇതിൻ്റെ ചെയിന് ഇതുണ്ടോ, അവർ ചീപ്പായിട്ട് തരും കേട്ടോ. നമുക്ക് ബാർഗിങ് ഒക്കെ ചെയ്യാം ഇവിടെ. നമ്മുടെ നാട്ടിലൊന്നും ബാർഗിൻ ചെയ്യാൻ പറ്റില്ലല്ലോ. ഇവിടെ നമുക്കിപ്പം 50 റുപ്പീസിനാണ് പറഞ്ഞ് നമുക്ക് 20 റുപ്പീസിനൊക്കെ വാങ്ങിക്കാം കേട്ടോ. ഇതാണ് ഇത് അപ്പം ഉണ്ട്, മീൻസ് ഈ നമ്മുടെ എന്നാ പറയുക, എനിക്ക് കന്നഡയാണ് വരുന്നത്, അതുണ്ടാക്കുന്ന സാധനമാണ്. ഇത് കണ്ടോ കുപ്പിളകൾ ഉണ്ടോ നിങ്ങൾ നോക്കിയേ, നല്ല കളർ, എന്ത് ഭംഗിയെന്ന് പറഞ്ഞാൽ നല്ല ഷൈനിങ് ആണ് രാത്രി കാണാൻ. ഗ്രീൻ കളറിൽ, ഓറഞ്ച് കളറ്, പിന്നെന്താ ഗോൾഡൻ കളറ്, പിന്നെ പാരറ്റ് ഗ്രീൻ കളറ്. ഞാനെല്ലാം പോയി നോക്കി കേട്ടോ, ഞാൻ വാങ്ങിച്ചൊന്നുമില്ലേ. பேர் சொல்லுங்க. பப்பி. எந்த ஊருங்க? இது பெங்களூர் தான். பெங்களூர் தான். ഇത് കണ്ടോ ഇതൊരു ഗോഡിനെ കണ്ടോ? ഞാൻ പുറത്ത് നിന്ന് ഇങ്ങനെ നോക്കുമായിരുന്നു, ഫോട്ടോ എടുത്ത് അവർ പറഞ്ഞ് അകത്ത് പോകാൻ പറഞ്ഞു കേട്ടോ. പക്ഷേ അതെന്തോ ഒരു പേര് പറഞ്ഞു, അത് ഗോഡിൻ്റെ, അതെന്തോ ഒരു അവതാരം എനിക്ക് അറിഞ്ഞുകൂടാ. അവിടെ നോക്കിയേ, അത് ശിവൻ്റെ തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഇതിൽ കുറേ അവതാരങ്ങളില്ല, എനിക്കറിയില്ല. ശിവനിൽ അവതാരം ഇല്ല. ഇതുണ്ടോ അകത്ത് കയറി എന്നോട് ഫോട്ടോ ഒക്കെ എടുത്തോളാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അവരെ. അത് ശിവൻ തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. അതുപോലത്തെ സോങ്സ് അവരാണ് അവിടെ ഇട്ടിരിക്കുന്നത്.
അയ്യോ ഇതേ എന്നാൽ പുറത്തിറങ്ങിപ്പോണ്ട് നമ്മുടെ മാതാവ് നിൽക്കുന്നത് നോക്ക്. ഓപ്പോസിറ്റ് ആ പ്രതിഷ്ഠ വെച്ചിട്ട് എൻ്റെ ഓപ്പോസിറ്റ് മാതാവിനെ അലങ്കരിച്ച് നോക്കി. അമ്പലത്തിൽ നടക്കുന്നില്ല, അതിന് ഇതുപോലെ ഇവിടെ അലങ്കരിച്ച് നോക്കിയ മാതാവിനെ നിർത്തിയിരിക്കും. മാതാവിന് മുമ്പിലുണ്ട് രംഗോലിയൊക്കെ വെച്ചിരിക്കുന്ന, കോലം വരച്ചിരിക്കുന്നത് കണ്ടോ. അവിടെ ഡെക്കറേറ്റ് ചെയ്തതുപോലെ തന്നെ അവിടെ അമ്പലത്തിൽ പോലെ തന്നെ മാതാവിനെ ഇവിടെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുക കേട്ടോ. ഞാൻ അമ്പലത്തൊക്കെ പോയി തൊഴുതിട്ട് വീട്ടിലേക്ക് പോകാൻ തുടങ്ങുവാണേ. അങ്ങോട്ടേക്ക് കുറച്ച് നടന്നു പോകണം കേട്ടോ. ഞാൻ അമ്പലത്തിലെയും ചർച്ചിലെയും മാത്രമല്ല കേട്ടോ ഞാൻ വീഡിയോ ഇടുന്നത്. ഇപ്പോൾ ഇവിടെ സീസണാണ് കേട്ടോ. അടുത്ത മാസം മുതൽ എല്ലാ സീസണും സ്റ്റാർട്ടാവും. ഹിന്ദു ഫെസ്റ്റിവൽ എല്ലാം സ്റ്റാർട്ടാവും കേട്ടോ. അപ്പോൾ പിന്നെ അതിന് വീഡിയോ ഇടാനല്ല, നമുക്ക് അമ്പലത്തൊക്കെ പോകുമ്പോൾ ആ വീഡിയോ ഇടുന്നല്ലേ നല്ലത്. കാരണം നമുക്ക് വേറെ പ്രത്യേകിച്ച് വീഡിയോ എടുക്കാനായിട്ടൊന്നും പോകേണ്ട ആവശ്യമില്ലല്ലോ.